LDFിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് എന്നുള്ള ഒരു പൊതു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അല്ല, വിമർശനം ഉന്നയിക്കാൻ ജനാധിപത്യത്തിൽ ആർക്കും അവകാശമുണ്ട്. അതിൽ ഒന്നും തെറ്റ് പൊതുവെ പറയാൻ പറ്റില്ല. അത് UDFിൻ്റെ 140 മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം പൂർണ്ണമായി UDFിനല്ലേ ഉള്ളത്. അത് നമ്മളിപ്പോൾ എന്തിനാ അതിലൊക്കെ ഇങ്ങനെ വെറുതെ കയറി അഭിപ്രായം പറയുന്നത്? അല്ല, 110 സീറ്റ് അത് ആണ് ലക്ഷ്യം. മിഷൻ 110 അതാണ് സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും എല്ലാ ശ്രമവും നടത്തി. കോഴിക്കോട്ടെ 13 സീറ്റിലും വെല്ലുവിളിയില്ല. നിങ്ങൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 13 അന്ന് കോഴിക്കോട് ജില്ലയിലെ 4 സീറ്റിൽ മാത്രമേ LDFിന് ലീഡുള്ളൂ. 4 സീറ്റ്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അന്നും ഭൂരിപക്ഷ സീറ്റ് UDFിന് ലീഡാണ്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 10 സീറ്റിൽ LDF ജയിച്ചു. കോഴിക്കോട് സൗത്തും തിരുവമ്പാടിയും കയ്യിൽ നിന്ന് ഇങ്ങനെ പോയതാ. അതില്ലെങ്കിൽ അത് 12 സീറ്റാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പൊതുവേ പറയുന്നൊരു കാര്യം, ഞങ്ങളൊന്നും കൂടി അലർട്ടാവാൻ ഇത് കാരണമായി, ഒന്നും കൂടി ഉഷാറായിട്ട് ഇറങ്ങാം. കാരണം ഇതാ കോഴിക്കോട് പിടിച്ച് കനകോല് പറഞ്ഞ് കനകോലിൻ്റെ റിപ്പോർട്ട് ഇതാ. അപ്പോൾ കനകോലു സിന്ദാബാദാണ്. രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നുമല്ല ഇപ്പോൾ സിന്ദാബാദ്, കനകോലു സിന്ദാബാദാണ്, രാഹുൽ ഗാന്ധിയല്ല. അപ്പോൾ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ കോഴിക്കോട് ഇത്ര സീറ്റ് കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് പലരും നിൽക്കുന്നതെങ്കിൽ LDFിൻ്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി ഇടപെട്ടതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ LDF വിജയിക്കും. അപ്പോൾ ഇനി പോരെ, ഞാൻ അവിടെ ഒരു ബാക്കിയാ പറഞ്ഞു. ഭരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബാക്കി അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ശരിയാണെന്നോ? അല്ല, അതൊക്കെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാനതിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ കൂടി പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെതിലുള്ള പുനർജനി അന്വേഷണത്തിന്റെ കാര്യത്തിൽ അതൊക്കെ പറഞ്ഞല്ലോ.